Audience. റൊണാൾഡോ റൊണാൾഡോ ഒന്ന് വരൂ. തിരക്കാണ് ഈ വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു. വർക്ക്ഷോപ്പ് വല്ലപ്പോഴേ കൂടുതലും പണി ഇവിടെ നാളെ പറഞ്ഞില്ല. അതാണ് ഇങ്ങോട്ട് വന്നത്. ഇത് കൂട്ടുകാർ അജില്, ഇത് അവന്റെ അച്ഛന്റെ വണ്ടി പാഷൻ പ്ലസ്. കിടക്ക വണ്ടിയാ. അതെ, പക്ഷെ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് വണ്ടി. എന്തേ? വണ്ടിയുടെ ടാങ്കിലൊരു ചെറിയ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ വണ്ടി ഓടപ്പ് ചെറിയ മിസ്സിങ് ഉണ്ട്. ടാങ്ക് ക്ലീൻ ചെയ്ത് മാറും. പിന്നെ കിക്കർ അടിക്കാൻ നേരത്ത് നല്ല സ്റ്റാർട്ട് ആവാൻ പാടുണ്ട്. ടൈറ്റ് ആണ്, അടിച്ചിട്ട് 4-5 അടി അടിച്ചാൽ സ്റ്റാർട്ട് ആവില്ല. അതാണ് കിക്കർ ഷാഫ്റ്റ് മാറണം. എല്ലാം കൂടെ മാറി പിന്നെ ഇളക്കുമ്പോ അറിയാം ചൈനീസ് പോക്കറ്റും പോയിട്ടുണ്ടോ. അതൊന്നും പോയി കാണില്ല, അത് നോക്കി പണി. നീ എന്തുവാടാ പറയുന്നത്? ഇളക്കുമ്പോ അറിയാം വണ്ടിക്ക് മിസ്സിങ് വരുമ്പോഴൊക്കെ എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടോ നമുക്ക് അറിയാന്നുള്ള വയ്യാനാണ്. അപ്പോഴേ എങ്ങനെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ശരിയാക്കി വെച്ചേക്കാം. ഇന്ന് കിട്ടൂലേ? നല്ല പണി എടുക്കണം, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. അല്ല, വണ്ടി ഇന്ന് വേണം, വണ്ടി ആവശ്യമുണ്ട്, അർജന്റ്. തീരത്തില്ല, നിങ്ങളത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താൽ തീരത്തില്ല. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാലേ പറ്റൂ. ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ ഇളക്കുമ്പോൾ അറിയാം എന്തെല്ലാം മാറണം. അത് വർക്ക്ഷോപ്പിൽ കൊണ്ട് സമയം എടുക്കുക, കെട്ടി തൂക്കി കിട്ടാലേ ശരിയാവത്തുള്ളൂ. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം, കെട്ടി തൂക്കാം, കുഴപ്പമില്ല. 2 ദിവസം കൊടുക്കൂടാ. വണ്ടി ഇന്ന് വേണമെന്ന്, അതാണ് അർജന്റാണ്. അതാണ് അർജന്റ് ആണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ജംഗ്ഷൻ കണ്ണൻ്റെ അവിടെ കൊണ്ടുപോകും. ഇന്നെന്തായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. അയാൾ പണിത് ഉടനെ തരുമോ? കൊണ്ട് കാണിച്ചു നോക്കൂ. അത് ഈ പണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു മൂടുണ്ട്. ആ ഒരു മൂഡ് ഇന്നില്ല. അർജന്റ് ആണെങ്കിൽ കണ്ണൻ്റെ കൊടു. 3-4 ദിവസം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ വണ്ടി ഇവിടെ വെച്ചാൽ ഞാൻ വിളിച്ചാൽ അവൻ്റെ അഡ്വാൻസ് എന്തായാലും ഇവിടെ വെച്ചിട്ട് പോകണില്ല. നമ്മളെന്തായാലും കണ്ണൻ ചേട്ടൻ അവിടെ പോയി നോക്കാം. നിങ്ങൾക്ക് വേറെ പണിയല്ലോ ഉണ്ടോ? വേറെ പണിയൊന്നുമില്ലടാ, ഒരു മൂടില്ല, നിനക്ക് അറിയാമല്ലേ. കൊണ്ടുപോയി ശരി. അർജന്റ് ആണെങ്കിൽ കൊണ്ടുപോകും, അതല്ലെങ്കിൽ അർജന്റ് ആയിരുന്നു. എന്തായാലും പിന്നെ നോക്കാം എന്നും പറഞ്ഞ പണി വരുമ്പോ വരാതിരിക്കല്ലേ. ഇങ്ങനെയല്ലേ കാണിക്കണം, പിന്നെ എങ്ങനെ കൊണ്ടുവരും? പ്ലേറ്റ് എടുക്കുക. മുട്ടക്കറിയാണോ? ഗ്രീൻ പീസ്. ഗ്രീൻ പീസിനകത്ത് വല്ല വിഷം കൊടുത്തിട്ടുണ്ടോ? ഇല്ലിപ്പണ്ട എന്നും ഗ്രീൻ പീസ് എന്നും ഗ്രീൻ പീസ് ആണെന്ന് ആര് പറഞ്ഞു? ഇന്നലെ മുട്ടക്കറി ആയിരുന്നല്ലോ. അപ്പം മുട്ടക്കറി. അപ്പൊ മുട്ടക്കറി വെച്ചിട്ട് തന്നെ കഴിക്കാൻ വിളിച്ചോ? എന്തേ അയ്യോ, അല്ലെങ്കിൽ തന്നെ മുട്ടയുടെ മണ്ണ് അടിക്കുമ്പോ വരുന്നതാണല്ലോ. നല്ലോണം പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ പിന്നെ ഇന്ന് ഇത് കഴിക്കും. ഞാൻ അച്ചാച്ചന് വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 2 അപ്പവും അല്ല 3 അപ്പവും 2 മുട്ടയും വെച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമല്ലോ. വേറെ എന്തെല്ലാം ഫുഡുണ്ട്? പൂരി, മുട്ടക്കറി, അപ്പവും കടലക്കറി, ഉപ്പുമാവും, തീയലും ഒന്നും ഉണ്ടാക്കത്തില്ല. ഇവിടെ ഓരോ ദിവസം ഓരോ വെറൈറ്റിയാ. ഇത് വേണ്ടെങ്കിൽ കൂടെ വന്നേക്ക്. പറഞ്ഞ ദേഷ്യപ്പെട്ടു പോവാതെ. നേരത്തെ ആരാ അവിടെ വന്നത്? ആരാ വിളിക്കണുണ്ടായിരുന്നല്ലോ? സാർട്ടസ് അവന്റെ ഒരു കൂട്ടുകാരന്റെ വണ്ടി കൊണ്ട് വന്ന. അവനെ പിന്നെ പണിയാന്ന് പറഞ്ഞു വിട്ടു. അതെന്തിനാ പറഞ്ഞു വിട്ടത്? ഇന്ന് പണിയാരും മൂട് പോകുന്നില്ല. അതെന്താ അങ്ങനെ? ഇന്നിവിടെ വെറുതെ ഇരിക്കല്ലേ? ഒന്നൊരു ദേഹം കഴിച്ചൊരു ഒരു വൈരായ്മ. ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങി. അത് ഇച്ചിരി പണിയുണ്ട്. ഒക്കെ മാറണം. അതെന്താ അങ്ങനെ? പണിയില്ലേ? അതെന്തിനാ പറഞ്ഞു വിടുന്നത്? ഒറ്റയിരിപ്പിന് തീർക്കണമല്ലോ. പണ്ടേ ഒറ്റ തീർത്താലും പൈസ അല്ലേ കിട്ടുന്നത്? നാളെ വരത്തില്ല, പിന്നെന്താ? അപ്പൊ മിനിഞ്ഞാന്ന് വന്നവരെ അവരെയും പറഞ്ഞു വിട്ടില്ലേ? അത് ആക്രി പിടിച്ചാ വേണ്ടി. ഞാൻ പറഞ്ഞു വേറെ വല്ലതും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ വേറെ വേറെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാ പണിയല്ലേ പോണത്? റൊണാൾഡിന്റെ വണ്ടിപ്പണി വേണമെന്നുള്ളൊരു തിരക്ക് ഇവിടെ വരും. എത്ര പേര് പിന്നെ പഠിപ്പിച്ച ഫിലിപ്പ് സാർ ബുള്ളറ്റ് എന്നെ കണ്ടൊരു ജീവി. അതൊന്നുമല്ല, അച്ചാച്ചൻ ഇവിടെ തിന്നിരുന്നിരുന്ന് ഇപ്പൊ ഭയങ്കര മടിയായി. അതുകൊണ്ടാണ് വർക്ക്ഷോപ്പും തുറക്കത്തില്ല. ഇപ്പൊ ഇവിടെ വരുന്ന പണി അതും വിട്ടുകളയുന്നത്. അങ്ങനെ എന്റെ തീറ്റിക്കാരത്തി കുറ്റം പറയല്ലേ. ഈ വണ്ടിപ്പണി എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, കല. അപ്പൊ ആ കലയ്ക്ക് അതിൻ്റെതായ മൂഡ് വേണം. ഉദാഹരണത്തിന് മൂടില്ലെങ്കിൽ ഇല്ലിപ്പണ ഡാൻസ് കൊള്ളാൻ പോകും. ഞാൻ പോകും, എനിക്ക് അതിന്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പോകും. എനിക്ക് പൈസ വേണം. പാചകം ചെയ്യത്തില്ല. എന്ത് അതെന്റെ ആവശ്യമല്ലേ? ഞാൻ ഇവിടെ പാചകം ചെയ്തില്ലെങ്കിൽ ആരും തിന്നൂല. അതുകൊണ്ട് ഞാൻ പാചകം ചെയ്യും. ഇതിനൊക്കെ ആവശ്യം വേണം. അച്ചാച്ചന് ആവശ്യമില്ല. അച്ചാച്ചന് എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അച്ചാച്ചന് ആകെ വേണ്ടത് തിന്നാൻ വേണ്ടിയിട്ടാണ്. അത് എന്തായാലും അച്ചാച്ചന് 3 നേരവും നല്ല സുഭിക്ഷമായിട്ട് കിട്ടണുണ്ട്. മൊബൈലിന്റെ EMI പോരും. പൈസ കേട്ടിട്ടില്ലേ? മൊബൈലിന്റെ EMI ഞാൻ പറഞ്ഞില്ലേ തരാന്ന് പറഞ്ഞ പൈസ. അത് ഇന്നലെ അല്ലേ പറഞ്ഞ തരാന്ന്? ഇന്നില്ല എന്റെ 1341 രൂപ ഉണ്ടായിരുന്നു. ഏട്ടന് ഒരാവശ്യത്തിന് വേണ്ടി ചോദിച്ചപ്പോ കൊടുത്തു. താമസിക്കാതെ ഇതിപ്പോ ഞാൻ
കുറ്റം പറഞ്ഞാൽ കേന്ദ്ര അടിച്ച ആ ചെറുക്കൻ ജംഗ്ഷനിൽ വന്ന് വിളിച്ച് ഇപ്പൊ വരുവാ. സത്യമായിട്ടും അല്ല, പൈസ ഇല്ല. അങ്ങനെ പറയല്ലേ, അവനെ മെനഞ്ഞാന്ന് ഞാൻ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. അവനിപ്പോ വിളിച്ച് ഇത് കണ്ടോണ്ട് അവൻ വരാന്ന് വരാൻ പറഞ്ഞു. ഒരുപാട് പേരില്ലേ, നാളെ ഇപ്പൊ ഒരുത്തൻ വന്നില്ലേ വണ്ടിപ്പണിക്ക്, അത് പണിതില്ലല്ലോ. അപ്പൊ അവനോട് പറ നാളെ പണിത് തരാം, പൈസ നാളെ ആ ചെറുക്ക കുണുകുണുകുണാന്ന് പറഞ്ഞോണ്ടിരിക്കും. സത്യമായിട്ട് അച്ഛാ പൈസ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അച്ഛൻ ചോദിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഏട്ടൻ പറഞ്ഞു അതിലും ഒരു അത്യാവശ്യ കാര്യത്തിന് ഏട്ടൻ വന്ന് ചോദിച്ചപ്പോ ഞാനും കൊടുത്തു. ഇപ്പൊ എന്റെ പൈസ. അപ്പൊ എന്റെ അത്യാവശ്യം വിലയില്ലേ അച്ഛൻ? ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആരോടെങ്കിലും ചോദിക്കും. എനിക്ക് പിന്നെ ഏട്ടൻ എന്തിനാണ് ചോദിച്ചപ്പോഴേ തരത്തില്ലെന്ന് പറഞ്ഞു? എനിക്ക് ആവശ്യമില്ലായിരുന്നു, പിന്നെയാണ് ഏട്ടൻ വന്ന് ചോദിച്ചത്. ഇതൊരു വളരെ മോശം. ഏട്ടൻ തങ്കച്ചേട്ടത്തി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പൊന്നെ പോലെ എടുത്ത് തന്നെ. പിന്നെ എടുത്ത് തരും ഇപ്പൊ തന്നെ. ചേച്ചിയായിരുന്നെങ്കിൽ ഇതും കൂടെ കണ്ടെങ്കിൽ ഒട്ടും തരത്തില്ലായിരുന്നു. ഒരിക്കലില്ല, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണുമ്പോൾ എവിടുന്നാലും കറക്റ്റ് ചെയ്ത് എനിക്ക് തരും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അത് ശരിയാണ്. പക്ഷെ എന്റെ ഇല്ല, ഇപ്പൊ മാറിപ്പോയി. എന്ത് ഒരുപാട് മാറിപ്പോയി മോളെ. എനിക്കറിയാം, സ്കൂളിൽ പോയിച്ച് വരുമാനവും ഗൂഗിൾ പേയും ഒക്കെ വന്നപ്പോൾ തിരിച്ച് മാറിപ്പോയി. പക്ഷെ എന്നോട് ഇത് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചിട്ടുണ്ടല്ലോ. വെറും 1300 രൂപയ്ക്ക് അതിൻ്റെ മുമ്പ് ചൂടാണ്ട അവസ്ഥ. ആ വയറ് നിറഞ്ഞു. ഇല്ലാഞ്ഞിട്ടാ, സത്യമായിട്ടും ഇല്ലാഞ്ഞിട്ട്. അങ്ങനെ പോയാലെങ്ങനെ? ഇല്ലെന്ന്. ഇനിയിപ്പോ അവനോട് എന്തോ പറയും, ചെറുക്കനാണ്. അമ്മൂ മക്കളി ഭായാടി അല്ലിപ്പൂമ്പുഴ താന്തോന്നി. അയ്യോ, എന്തോ കഴിച്ചു? എന്തോ കഴിച്ചു? കാപ്പി കുടിച്ചോ? മൊത്തത്തിൽ ഒരു വിരൾച്ച, കണ്ണിനൊക്കെ ഒരു മങ്ങലുണ്ടല്ലോ. അല്ല, അതെനിക്ക് സാധാരണ ഒരു ഇത്തിരി ഉള്ളത് തന്നെയല്ലേ. പിന്നെ എല്ലാം തീർന്നു. എല്ലാം ഉണ്ട്. കഷായം, കുഴമ്പ്, ലേഹ്യം, മനുഷ്യ എന്തെങ്കിലും മേടിക്കണോ? ഒന്നും വേണ്ട. ചെറുക്കൻ വാങ്ങിച്ചോണ്ട് തന്നില്ലേ കനകായി? ഉപ്പില്ലാത്ത ബിസ്ക്കറ്റ്, എരിയില്ലാത്ത മിച്ചർ, അങ്ങനെ എന്തെങ്കിലും? അതും വേണ്ട. കൂടുതൽ വറുപ്പും കരിപ്പും ഒക്കെ നിർത്തിയടാ എനിക്ക്. ഞാൻ പെൻഷൻ എടുക്കാൻ പോണോ? എടാ, 1 മാസത്തിൽ 1 പ്രാവശ്യം പെൻഷൻ കിട്ടൂ, 10 പ്രാവശ്യം കിട്ടൂ. നീനൊക്കെ എന്ത് എടുത്താ പോയി? പിന്നെ എടുക്കണ്ടേ മരുന്നൊക്കെ വാങ്ങിക്കാൻ? ഞാനേ ഇന്ന് ആലോചിച്ചേ, ഈ വീട്ടിൽ ഇപ്പം ലില്ലിപ്പെണ്ണ് എൻ്റെ പെങ്ങളാണ്, കനകമ്മച്ചമ്മയുണ്ട്, താഴെ ചേട്ടനുണ്ട്. പക്ഷെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്നോട് സ്നേഹമുള്ള ആർക്കാന്നറിയാം? എൻ്റെ അമ്മൂമ്മക്കിളിക്കാണ്. സത്യം. എനിക്കിത് മെനഞ്ഞാന്നാ മനസ്സിലായത്. തങ്കം ചേട്ടത്തിൽ എടുത്തു കൊടുത്തെന്ന് അമ്മ പറഞ്ഞില്ലേ, എടി അവനിപ്പോ ഇവിടെ അല്ലയോ നിൽക്കുന്നേ, അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളല്ലേ ചെയ്തു കൊടുക്കണ്ടേ, എന്ത് വേണേലും അവന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? എന്ത് വേണമെങ്കിലും അവന്റെ ആവശ്യങ്ങളെ കൂടെ നോക്കണേ, എപ്പോഴും കിടന്ന് ചീത്ത പറയാതെന്നൊരു വാക്ക് പറഞ്ഞു. അതെനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ടായി. അതുകൊണ്ട് അമ്മ എനിക്ക് ചെറിയൊരു സഹായം ചെയ്യണം. സഹായോ? അമ്മയെ കൊണ്ട് പറ്റും. അതായത് എൻ്റെ പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കുകയാണല്ലോ. അപ്പൊ ഇപ്പൊ ഈ പിള്ളേർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ അച്ഛനും അമ്മയ്ക്കും മുട്ടക്കോട്ട ഇത് വലിയ ഫോണ് വേണം. അവരെ പിള്ളേരുടെ മെസ്സേജുകളും എല്ലാം വരുന്ന ഇവിടെയുണ്ട് പിള്ളേർക്ക്. അപ്പൊ റോസ്മേരിയുടെ കയ്യിരുന്ന ഫോണ് താഴെ വീണ് പൊട്ടി. അപ്പൊ ഞാൻ എൻ്റെ ഇരുന്ന ഫോണ് റോസ്മേരിക്ക് കൊടുത്തിട്ട് ഇപ്പൊ ഒരു 8 മാസമായി. ഞാൻ മറ്റേ മാസത്തവണയ്ക്ക് ഒരു ഫോണ് എനിക്ക് മേടിച്ചു. 1341 രൂപയുള്ളൂ മാസം. അപ്പൊ അത് മെനഞ്ഞാന്നായിരുന്നു അടയ്ക്കേണ്ടത്. അപ്പൊ മെനഞ്ഞാന്ന് ഇന്നലൊന്നും പണി അമ്മ കണ്ടല്ലേ, പണിയില്ലായിരിക്കുമല്ലോ. പണിയില്ലാത്തതുകൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ ലില്ലിപ്പെണ്ണ് പറഞ്ഞു ആ മാസം പൈസ അടയ്ക്കാനായിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളെ വിളിച്ചിട്ട് ഇന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ ലില്ലിപ്പെണ്ണ് ഒരു പൈസ ഇല്ലെന്ന്. അത് ഭയങ്കര മോശമായില്ലയോ? എന്തോ ചെയ്യാൻ? ഞാൻ ഈ വീട്ടിൽ നിൽക്കുമ്പോ എന്റെ ആവശ്യങ്ങൾ ഇവരോടൊക്കെ ഒന്ന് പരിഹരിക്കണ്ടേ? ഞാൻ കിട്ടുമ്പോ തിരിച്ചു കൊടുക്കത്തില്ലേ? അതുകൊണ്ട് അമ്മ പെൻഷൻ കിട്ടിയ പൈസ 1300 രൂപ 40 തന്നെയുണ്ട്. ഒന്ന് മറിച്ചാൽ മറ്റൊന്ന് തിരിച്ചു മറിക്കും. അതെങ്ങനെയാടാ? കാശ് ഇപ്പം പെൻഷൻ എടുത്തിട്ട് കുറച്ച് ദിവസം ആയില്ലേ, അത് തീർന്ന്. എങ്ങനെ തീരാൻ? അമ്മയുടെ പൈസ കനമച്ചമ്മ മേടിക്കത്തില്ലല്ലോ. ഈ കണ്ട മരുന്നുകൾ എത്രയും വാങ്ങിക്കണം, ഇവിടെ ചില്ലറ ചെലവിന് കൊടുക്കണം. ഞാൻ പിന്നെ കൊടുക്കണ്ടേ അവന്? അവന് കറക്റ്റായിട്ട് ശമ്പളം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ തിന്നുന്നത് ചുമ്മയാണ്. എന്തെങ്കിലും കൊടുക്കണ്ടേ അവനും കൂടെ? കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നുള്ളിപ്പറയൊക്കെ ഒരു 1300 രൂപ എങ്ങനെയാലും കാണത്തില്ല. അമ്മയെ ഓടപ്പറന്നുകൊണ്ട് ലില്ലിപ്പെണ്ണ് എന്നെ തള്ളിപ്പറഞ്ഞു. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്റെ അമ്മൂമ്മക്കളെ എനിക്ക് തന്ന് സഹായിക്കുമെന്ന്. ആ സഹായത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ മുമ്പിൽ പച്ചപ്പടക്കം ഞാൻ വന്നിരിക്കുന്നു. നിനക്ക് ഒരു 500 രൂപ തന്നത് ഇതുവരെങ്കിലും നീ തിരിച്ചു തന്നാ? ആ പൈസ കൊണ്ട് വന്നപ്പോഴല്ലേ അമ്മ എന്റെ അടുത്ത് പറഞ്ഞാൽ അത് വേണ്ട മക്കളെ നീ വെച്ചോളാൻ പറഞ്ഞത്. ചോദിച്ചു മടുത്തപ്പെടുത്തത്. അതുകൊണ്ടാ പറഞ്ഞത് ഇനി നീ എന്റെ അടുത്ത് ചോദിക്കാതിരിക്കാനാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. തീർന്നല്ലോ. റൊണാൾഡേ ആ
അണ്ണാ എന്തുകൊണ്ട് കളക്ഷൻ രാവിലെ തുടങ്ങിയോ? തുടങ്ങി അത് ശരി. ബാങ്കിൽ പോയിട്ടാണോ അതോ എടുത്തിട്ടങ്ങ് ബാങ്കിലോട്ട് ബാങ്കിൽ പോയിട്ടാ വരുന്നേ. അത് ശരി. സത്യം പറഞ്ഞാൽ ഈ മഴയൊക്കെ പിടിച്ചിട്ടേ ബൈക്ക് യാത്ര വേറെ കഷ്ടമല്ലേ? ഭയങ്കര കഷ്ടമാണ്. എല്ലാ ആഴ്ച 6 ദിവസം ഉണ്ടോ? പിന്നെ നമ്മൾ എന്നും പറഞ്ഞാൽ നമ്മള് റൂട്ടിൽ പോകാതിരിക്കാൻ പറ്റും. അത് ശരിയാ. പൈസ എടുത്തേ പോണം. പണം പിന്നെ എപ്പോ ബാങ്കിലോട്ട് എപ്പോ പോകും? ബാങ്കിലോട്ട് ഉടനെ തന്നെ പോകും. കാരണം കളക്ഷൻ എടുത്തിട്ട് ഉടനെ പോവാ. അല്ല ബാക്കിയുള്ളവരൊക്കെ എടുത്തിട്ട് എത്ര മണിയാവും? റൊണാൾഡേ ബാക്കിയുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ നിന്റെ കാശ് നീ. എന്നാ പിന്നെ ചെറിയൊരു താമസം. റൊണാൾഡോ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ 2 ദിവസങ്ങളെ കൊണ്ട് തരാമെന്ന്. നീ ഒരാഴ്ചയായിട്ട് പൈസ തരാമെന്ന് പറയുമോ? മെനങ്ങാന്ന് പറഞ്ഞു ഇന്നലെ തരാമെന്ന്, ഇന്നലെ പറഞ്ഞു ഇന്ന് തരാമെന്ന്. ഇനി എനിക്കൊരു അവധി കേൾക്കാൻ പറ്റത്തില്ല. മര്യാദക്ക് എന്റെ പൈസ കിട്ടും. ഞാൻ എല്ലാ മാസവും കറക്റ്റായിട്ട് തരുന്നതിലുണ്ട്. ഇന്നൊരു പ്രാവശ്യം എനിക്ക് പണിഞ്ഞ പൈസ ഒന്നും കിട്ടാത്തോണ്ടല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു വർഷാപ്പ് പണിക്കാരാണെന്നൊക്കെ ഇല്ലേ പറയുന്നത്? നിനക്ക് നല്ല ശമ്പളം ഇല്ലയോ? അതിന് തികയത്തിൽ നീ വേറെ പണിക്ക് പോകണം. അല്ല മാസ ശമ്പളക്കാരല്ല, ഞാൻ പണി തേടി എത്തി ഇവിടെ കൊണ്ടിട്ടല്ലേ പണി. 1-2 ബൈക്കിന്റെ പണിഞ്ഞ പൈസ കിട്ടാനുണ്ട്. അതുകൊണ്ടാ ഇന്ന് തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നലെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ബാങ്കിലെ കാര്യത്തിലൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. നാട്ടുകാരുടെ അടുത്തോ വീട്ടുകാരുടെ അടുത്തോ ഒക്കെ പറയായിരിക്കും. പക്ഷെ ബാങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തൊരു വർത്താനാണ്? ഒരു 1341 രൂപ കണ്ടിട്ടില്ലാത്ത പോലെ വർത്താനം പറയുന്നത്. 10-12 മാസം കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് തന്നോണ്ടിരിക്കുന്നില്ല. ഈ 1341 രൂപ നിനക്ക് ചെറുതായിരിക്കും, പക്ഷെ എനിക്കത് വലുത് തന്നെ. നാണമില്ലല്ലോടാ ഇങ്ങനെ കടം പറയാനൊക്കെ. അത് കടമല്ലല്ലോ, EMI ആയിട്ട് എടുത്തല്ലേ. എത്രയോ പേര് EMI മുടക്കുന്നത് നിങ്ങൾ ആ വർത്താനം പറയുന്നത്. EMI മുടക്കുന്നവരുടെ കാര്യമൊക്കെ അവിടെ കേട്ടോ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യം ഞാനല്ലേ ഈ 12 മാസം കറക്റ്റായിട്ട് തന്നെ. ഇന്ന് എന്റെ ഇല്ലാത്തോണ്ടല്ലോ. നീ 4 നേരം എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. ഒരു ദിവസം നീ കഴിക്കാതിരിക്കും അങ്ങനെ. എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ പൈസ കിട്ടിയേ പറ്റൂ. അണ്ണാ ഞാൻ ഒരു ചെറിയൊരു സാവാസന നിങ്ങളെ വിട്ടൊരു ചെറുപ്പക്കാരനല്ലോ ഞാന്. ആ ചെറുപ്പക്കാരനായതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഇത്രയും നാൾ മാന്യമായിട്ട് സംസാരിച്ചത്. ഇനി അങ്ങനെ പറ്റത്തില്ല. മര്യാദക്ക് എനിക്ക് കാശ് കിട്ടും. അണ്ണാ ഇത് ഫുള്ള് ഞാൻ തന്നെ അടച്ചു തീർക്കണ്ടാണോ? പിന്നെ അല്ലാതെ നിന്റെ മൊബൈലിൽ നാട്ടുകാരൊന്ന് EMI അടയ്ക്കും. അത് ഞാൻ അടച്ചോണ്ടിരുന്നില്ലോ. ഒരു മാസം അണ്ണാ ഇത് വലിയ കോടികളെടുക്കുന്ന ബാങ്കുകൾ വരുമല്ലോ 1-2 മാസം. ബാങ്കുകൾ തരുമായിരിക്കും. നമ്മൾ ഇതും കൊണ്ട് ഇത് പിരിച്ചു കൊടുത്തിട്ട് അതിന്റെ കളക്ഷൻ മേടിച്ചിട്ട് ജീവിക്കുന്നവരാ. എനിക്ക് അങ്ങനെ അവധി തരാനൊന്നും പറ്റത്തില്ല. അവസാനമായിട്ട് എനിക്ക് ചെറിയൊരു സാവാസം ഒറ്റ ദിവസം ഉണ്ടെങ്കിലാണോ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പൈസ. റൊണാൾഡേ ഒരു ദിവസം കൂടെ തരാം. നാളെ 10 മണിയാകുമ്പോ ഈ വീട്ടുമുറ്റത്ത് ഞാൻ കാണും. മര്യാദക്ക് എനിക്ക് എന്റെ കാശ് തരാം. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് കിടക്കാനായിട്ട് കുറച്ച് അവന്മാരുണ്ടെങ്കിൽ. എടാ ശരിയാണ്. അത് പൈസ വരുമ്പോൾ ഞാൻ ഇട്ട് തരാം. നീ ഇപ്പൊ എനിക്കൊരു അത്യാവശ്യം 1500 രൂപ എവിടുന്നെങ്കിലും ഒന്ന് ഇട്ടുക. എടാ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് ആ മൊബൈലിൽ EMI കൊടുത്താൽ അവൻ എന്തെല്ലാം ചാടിയിട്ട് പോയേക്കും. നാളെ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം വെച്ചാൽ പായത്തിന് കേട്ടില്ല. പുള്ളി കാണുന്ന പിന്നെ നാണക്കേടാവുന്ന അത് എന്തേലും പിന്നെ അത് ഇവിടെ ഒന്നും നോക്കണോ നീ ഒരു നല്ലൊരു 500 രൂപയെങ്കിലും ഇട്ടുക. ഞാൻ ബാക്കി 500 വെച്ച് ആരോടെങ്കിലും മറിക്കാം. എടാ ഒന്ന് നോക്കടാ പ്ലീസ്. കട്ട് ചെയ്തിട്ട് പോയി. ഇവനൊക്കെ എന്തോരം പൈസ ഈ ഊന്തുള്ളിയിൽ ഞാൻ കൊടുത്തിട്ടുള്ളതെന്നറിയാം. ഇവിടെ നിന്ന് സാൾട്ടസേ ഇപ്പൊ നിങ്ങൾ മൂടൊക്കെ ശരിയായ മൂടിന്റെ അല്ലടാ. നീ വല്ലപ്പോഴും എനിക്ക് പണി കൊണ്ട് തരുന്നത് നീ എൻ്റെ ചങ്കാണ്. അപ്പൊ നിന്നെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ മനസ്സിനകത്ത് വല്ലാത്തൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. അതാ ഞാൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ചത്. എന്തായാലും കറക്റ്റ് സമയത്ത് നിങ്ങൾ തിരിച്ചു വിളിച്ചത്. നമ്മൾ കണ്ണൻ ചേട്ടൻ്റെ അവിടെ വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നിർത്തി കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വിളിച്ചു. പിന്നെ എന്തായാലും കണ്ണൻ ചേട്ടനെക്കാളും നിങ്ങൾ നന്നായിട്ട് വണ്ടി പണിയൊന്നും എനിക്ക് അറിയാന്നുള്ള പണിയെ കുറിച്ച് അവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരുമെന്ന് കണ്ണനോട് പറഞ്ഞു. ഇല്ല അസോസിയേഷനകത്തേക്കല്ല. അവൻ പിന്നെ അത് മതി ഉച്ചക്ക് പഠിക്കാൻ. ശരി, ഇതിപ്പോ എങ്ങനെയാ വണ്ടി പണി ചെയ്തിട്ട് എപ്പോ കിട്ടും? പണി കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ വിളിച്ചു തരാം. അത് തീർത്തരാം. പക്ഷെ നീ പറഞ്ഞ കംപ്ലൈന്റ് വെച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയായാലും ഒരു പണിക്കൂലി ഷാഫ്റ്റ് ക്ലീൻ ചെയ്യണം. ഒരു 2000 രൂപയുടെ പണിയുണ്ട്. പക്ഷെ കുഴപ്പമില്ല. സാൾട്ടസ് എൻ്റെ ചങ്കാന്നല്ലോ. അവൻ്റെ കൂട്ടുകാരന് നമ്മുടെ ചങ്കിൻ്റെ ചങ്ക. ഒരു 1700 രൂപയ്ക്ക് പണിക്കൂലി തന്നാൽ മതി. പണിക്കൂലി അല്ല സാധനങ്ങൾ കൂടുതൽ വേണ്ട. കാര്യം ഒരു പൊളിച്ച വണ്ടിയുടെ ഒക്കെ കുറെ സാധനം കിടപ്പുണ്ട്. എന്തെങ്കിലും സ്പെയർ മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ചെറുതായിട്ട് ഓയിൽ മേടിക്കേണ്ടി വരും. ഓയിലൊക്കെ മേടിച്ചു തരാം. സ്പെയറിന് വലിയ പൈസ തൊട്ടുണ്ട്. നിങ്ങൾ പണി പൈസ നോക്കിയാൽ 1700 രൂപ. എല്ലാം കൂടെ ഓയിലും എല്ലാം കൂടെ ആകുമ്പോൾ 10 2.5. ഇതല്ലെങ്കിൽ നമ്മള് പണി ചെയ്തിട്ടല്ലേ ബില്ലിടാറ്. ഇതിപ്പോ നേരത്തെ എൻ്റെ സാൾട്ടസേ
നീ ഷോറൂമിൽ വണ്ടി കൊണ്ട് കൊടുത്താൽ എങ്ങനെ? അവരാദ്യമേ കംപ്ലൈന്റ് ഇട്ട് ബില്ലിട്ടല്ലേ? അത് ഷോറൂമിലല്ല അണ്ണ, ഇതിപ്പോ എടാ ഇത് ഷോറൂം കണ്ടീഷനെക്കാട്ടിലും കയറി പണി വന്നു. ഷോറൂമിൽ പണി പഠിക്കാൻ നിൽക്കുന്ന പിള്ളേർ പണി, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കി ഒന്ന് പണി ചെയ്താണ് പെട്ടെന്ന് തരുമല്ല. റൊണാൾഡ് വണ്ടിയെ കൈ വെച്ചാൽ റോഡേ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും ഉത്തരം എടുത്തോണ്ട് വരുവാന്ന്. അതേപോലെ ആക്കി തരാം. അച്ഛൻ ഞെട്ട് സൗണ്ട് കേട്ടിട്ട് പോയാലോ നമുക്കൊന്ന് വണ്ടി ശരിയാക്കി വെച്ചേക്കോ. ശരിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അന്നേരം വന്നാൽ സാധനം ഒന്നും മേടിച്ചു തരണ്ടല്ലോ ഇപ്പൊ. സാധനം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് മേടിക്കാം. അന്നേരം അവിടെ ഒന്ന് ബില്ല് ക്ലിയർ ചെയ്താൽ മതി. പക്ഷെ പണി പൈസക്കകത്ത് കടവില്ലേ? ഇന്നെ തരുമല്ലോ. പണി തീർന്ന അപ്പോഴാലും ഞാൻ വിളിക്കും. അന്നേരം വന്ന് എടുത്തോണ്ട് പോകും. ശരി എന്നാ കേട്ടോ, പോവാം. ശരി. പോവാം. പെട്രോളൊക്കെ ഉണ്ടല്ലോ. ഓ നിങ്ങൾ വണ്ടി എടുത്ത് തന്നെ എവിടെയും പോകാൻ പോണോ? അല്ല വർക്ക്ഷോപ്പിലോട്ട് പോകണ്ടേ? ഇവിടെ വെച്ചല്ലേ പണിയാണ്? ആ സ്പെയറല്ല അവിടെ. ശരി ശരി. കണ്ണന്റെ വർക്ക്ഷോപ്പിൽ കയറേണ്ട മുതല. വലിയ പണക്കാരനായേ. പിന്നെ എന്നും ഇങ്ങനെ ബിപിഎൽ കാർഡായിട്ട് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. ജീവിതത്തിലൊരു വാശിയൊക്കെ വേണം. നല്ല വാശിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കോടീശ്വരനാവുകയും ചെയ്യും. വാവിട്ട് ചോദിച്ചിട്ട് പോലും ഒരു 10 രൂപ പോലും തരാൻ ആരുമില്ലെന്ന് നമുക്ക് മനസ്സിലായി. ആര് നോക്കി നിൽക്കോ? കുറെ സമയമല്ലോ. ആരോഗ്യം എന്നാലും ഇയാൾക്കുണ്ട്. ഒന്ന് പറയപ്പോ ആര് നോക്കി പോന്നു? ഇന്നലെ വന്ന EMI-കാരനില്ലേ, അവനെ കൊടുക്കാനാ. അവനെ 1341 രൂപയ്ക്ക് എന്നെ പുഴുവാക്കി കൊടുക്കാനുള്ള പൈസ. ഇതും കൊടുത്തിട്ട് 13,400 രൂപ വഴക്ക് ഞാൻ കൊടുക്കും. അങ്ങനെ നമ്മളെ വരും മോശക്കാനാക്കരുത്. അയാളിപ്പോ ഇങ്ങോട്ട് വരുമോ? അവരും വിളിച്ചാ? വിളിച്ചു. ഇന്ന് രാവിലെ വരുമെന്നാ പറഞ്ഞേക്കുന്നത്. ഇന്ന് കൊടുത്തില്ലേ അവൻ ബാങ്കുകാരെ കൊണ്ടുവന്ന് എന്നെ സീസ് ചെയ്യും. വിളിച്ചു പറഞ്ഞാ? അയാള് വിളിച്ചു പറഞ്ഞോ രാവിലെ വരുമെന്ന്? ഇന്നലെ പറഞ്ഞു ഇന്ന് 10 മണിക്ക് വരും. ആണോ? വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. നോക്കട്ടെ പൈസ നോക്കട്ടെ. പൈസ നോക്കട്ടെ, എനിക്ക് വേണ്ട പൈസ. കള്ളനോട്ടൊന്നും അല്ല, ഒറിജിനൽ കഷ്ടപ്പെട്ട പൈസ. നോക്കട്ടെ നോക്കട്ടെ എന്തിന് നോക്കട്ടെ. മൊത്തം ഉണ്ടാ? കറക്റ്റ് അയക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ട്. 1341. എന്നാ ശരി. എന്ത് എവിടെ പോവാ? എനിക്ക് അവന് പൈസ കൊടുക്കണം. അയാള് വന്നാ കൊടുത്താ പോരെ? അയാളിപ്പോ വരുമെന്ന് വിളിച്ചിട്ട് എടുത്തില്ല, വണ്ടിയിലായിരിക്കും. അയാള് വരാനൊന്നും പോണില്ല. വരാൻ പോകുന്നില്ലേ? അവ കൃത്യമായിട്ട് വരും. അമ്മമാരൊക്കെ ഗുണ്ടകളാണ്. എന്നെ ഗുണ്ടാച്ച് ഞാൻ മാറ്റി കൊടുക്കാം. അയാൾക്ക് പൈസ കൊടുത്തു. ആര് കൊടുത്തു? ആരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്? എനിക്കറിയാം അയാളെ. ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കളക്ഷൻ അയാളെ ഇവിടെ വന്നോണ്ടിരുന്നത്. അയാളുടെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് ഞാൻ വിളിച്ച് ഏട്ടനെ കൊണ്ട് അടപ്പിച്ച് ഇന്നലെ തന്നെ. 1341 രൂപ. 1341 രൂപ. ഇന്നലെ വൈകിട്ട്. ഫോൺ എടുക്കാത്ത. പിന്നെ എന്റെ അച്ചാച്ചനെ വല്ലവരും വന്ന് തെറി വിളിച്ചാൽ ഞാൻ സമ്മതിക്കൂ? എന്റെ മുത്താണ് ലില്ലിപ്പണ്ട്. എന്താണ് ഇന്നലെ എത്ര എന്നെ ഇട്ട് വേവലാതിപ്പെടുത്തി? അതെ കുറച്ച് കഷ്ടപ്പെടണം കേട്ടല്ലോ. ആരും കയ്യിലോട്ടൊന്നും കൊണ്ടുവച്ച് തരത്തൊന്നും ഇല്ല. കഷ്ടപ്പെട്ടിട്ടാണ് ഇത്. അങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണം. അല്ല എല്ലാം മുമ്പേ 1300 രൂപ ഞാൻ ഇറക്കാന്നാണില്ലേ? എന്റെ ലില്ലിപ്പണ്ണോടല്ലേ ആയിരുന്നത്? ഏരുന്ന് ഇന്നലെ ആയിരുന്നാലെന്താ? ഇന്നലെ നിങ്ങളിട്ട പൈസ കൃത്യമായിട്ട് ഇന്ന് ഞാൻ തന്നെ. പക്ക ഏർപ്പാടാണ്. അങ്ങനെയാണ് 1000 രൂപ. 2 ദിവസം കഴിഞ്ഞ ലില്ലിപ്പണ്ണേ നാളെ പോടുന്നു. ഇനി 1000 രൂപ വേണമെങ്കിൽ 1000 രൂപക്കുള്ള പണിയെടുക്കും. ഇനി പണി വന്നാലേ ഉള്ളു. പണി വരട്ടെ. അപ്പൊ മതി 1000 രൂപയുടെ ആവശ്യം. 500. എന്ത് കുറയുവാ? ഇല്ല 500 കുറയുവാ? ഇനി ഇല്ല, കുറച്ചുകൂടെ കുറക്കും. 2 ദിവസം തരും. വേണ്ട, ഒരു വണ്ടി വഴി കിടപ്പോട് പോയെടുത്താ വേണ്ട കേട്ടാ. ഞാൻ പറഞ്ഞപ്പോ തന്നെ ഏട്ടൻ അടച്ചതാ. ഈ പൈസ എനിക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ. അല്ല, ഞാൻ നാണം കെടാതിരിക്കാൻ വേണ്ടി ലില്ലിപ്പണ്ണോണ്ട് അടച്ച്. സന്തോഷം കണ്ട് കണ്ണും നിറയുന്നില്ലല്ലോ. ഇത് കാണാൻ തങ്കൻ ചേട്ടത്തിയുടെ കൂടെ വേണമായിരുന്നു.
ഉഫ്.